ഏപ്രിൽ 13 ഞങ്ങളുടെ ഇവിടെ ചിറങ്ങര അമ്പലത്തിലെ ഉത്സവം തുടങ്ങാനായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ മഹാവിഷ്ണു ക്ഷേത്രം തൊട്ടപ്പുറത്ത് തന്നെ ദേവി ക്ഷേത്രത്തിലാണ് ഉത്സവം തുടങ്ങിയേക്കുന്നത്. മഹാവിഷ്ണു ക്ഷേത്രം തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. ദശാവതാരം ഇന്നിപ്പോൾ മത്സ്യാവതാരമാണ്. ദശാവതാരം കൊണ്ട് അതിന്റെ ചന്ദനം ചാർത്ത് ചന്ദനത്തില് ഇന്നത്തെ ഇത് തുടങ്ങിയ ദിവസം തന്നെ മത്സ്യാവതാരം മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങള് അവസാന ദിവസം മഹാവിഷ്ണു ഓരോ ദിവസം ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തും. അപ്പൊ അങ്ങോട്ട് കൃഷ്ണന്റെ അമ്പലം മഹാവിഷ്ണുവിന്റെ അമ്പലത്തിലേക്ക് പോവാണ്. മോനാണ് അത് ഓടിക്കുന്നത്. പരിചയപ്പെടുത്തുന്ന മോനെ പരിചയപ്പെടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പതേ ഞങ്ങള് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി. അപ്പതേ ഞങ്ങൾ ദേവി ക്ഷേത്രത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നല്ല മനോഹരമായ സ്ഥലമാണിത്. ഇത് ചെറായിയുടെ സൈഡിൽ കൂടെ. അപ്പോൾ ഈ തവണ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിന് വരുന്ന ഈരാറ്റുപേട്ട അയ്യപ്പനാട്ടോ. പറഞ്ഞതനുസരിച്ച് മറ്റന്നാ ഈരാറ്റുപേട്ട അയ്യപ്പൻ വരും. പിന്നെ ഒരു 7-8 ദിവസം നമ്മുടെ അമ്പലത്തിൽ ഉണ്ടാവുന്ന പറയണേ ഈരാറ്റുപേട്ട അയ്യപ്പൻ. അത് 18-ാം തീയതി 19-ാം തീയതി കണ്ടോന്നാണ്. പിന്നെ 21-ന് നമ്മുടെ ഇവിടെ 21-ാം തീയതിയാണ് ദീപ തെളിയിക്കല്. ലക്ഷദീപം ഷാജി കൈലാസും ആനിയൊക്കെയാണ് വരുന്നത്. അത് 21-ാം തീയതി അല്ലേ? അങ്ങനെ ഇനിയത്തെ കാഴ്ചകൾ ഓരോ ദിവസം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ശരി ആയിക്കോട്ടെ. ബാക്കിലെ വഴി നോക്കി ചെറയുടെ സൈഡിൽ കൂടെയുള്ള വഴിയാട്ടാ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ.